ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് പിയാജിയോ വെസ്പ അപ്രിയിൽ ഉപയോഗിക്കുന്ന ചങ്കുകൾ ഒരു സർവീസ് മെയിൻ്റെനൻസ് ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ ആ, ചെറിയൊരു അശ്രദ്ധ മൂലം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വളരെ ലോങ് ലൈഫ് കിട്ടേണ്ട വണ്ടിയാണ്. പക്ഷേ ചെറിയ സർവീസ് പ്രോപ്പർ അല്ലാതെ വരുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ BS6 വണ്ടിയൊക്കെ ആ, ഒരു 3 മാസം കൂടുമ്പോൾ എന്തായാലും ഫിസിക്കൽ ചെക്കപ്പിന് വിധേയമാക്കണം. എല്ലാ വണ്ടികളും ചെയ്യണം. പക്ഷേ അതുപോലെ തന്നെ പ്രത്യേകം കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ലൈഫ് കിട്ടേണ്ട വണ്ടിയാണ്. ഞാനിപ്പോൾ ഒരു എഞ്ചിൻ അയച്ചായിരുന്നു. അതിൽ എയർ ഫിൽറ്ററും ഒന്നും മാറ്റാതെ കസ്റ്റമർ വളരെ നാൾ ഉപയോഗിച്ചതുകൊണ്ട് വണ്ടി ഉള്ളിലെ സിലിണ്ടറിൻ്റെ ഉള്ളൊക്കെ വളരെ മോശം രീതിയിലാണ് കാണുന്നത്. അപ്പോൾ വാൾവ് ഔട്ട് ആവുക, കംപ്രഷൻ ഔട്ട് ആവുക, ഇത്തരം കേസുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല വാഹനങ്ങൾക്കും വരുന്നുണ്ട്. പക്ഷേ വളരെ ലോങ് ലൈഫ് കിട്ടേണ്ട വണ്ടി വളരെ മോശം സ്ഥിതിയിലേക്കാണ് ചെറിയൊരു അശ്രദ്ധ മൂലം സംഭവിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യൂ എന്തായാലും കാണിച്ചു തരാം. ഇതാണിപ്പോൾ ഒരു അവസ്ഥ ഉള്ളത്. വാൾവ് ഔട്ടായി ചെയിന് ഒക്കെ കയറി പിടിച്ചുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. ഇത് അതുപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഈ രൂപത്തിലാണ്. വളരെ മോശം. ഇപ്പോൾ നമ്മളൊരു ക്ലീൻ ചെയ്തൊരു അവസ്ഥയാണ് ഉള്ളത്. ഇതിലും മോശമായിരുന്നു നമ്മൾ എടുത്തപ്പോൾ ഉണ്ടായിരുന്നു. കാരണം മൊത്തം ചേറ് പോകുന്നൊരവസ്ഥയാണ്. BS6 വാഹനങ്ങൾ എപ്പോഴും നമ്മൾ പ്രത്യേകം എല്ലാ വാഹനങ്ങളും BS4 ആയാലും BS3 ആയാലൊക്കെ നമ്മൾ കെയർ ചെയ്യണം. പക്ഷേ BS6 വാഹനങ്ങൾ പ്രത്യേകം ഒരു 3 മാസം കൂടുമ്പോൾ നമ്മൾ ഫിസിക്കൽ ചെക്കപ്പിന് എന്തായാലും ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് അറിയുന്ന ഒരു മൾട്ടി ബ്രാൻഡ് ഷോപ്പിലോ ഇത് ചെയ്യുന്ന ആളുടെ അടുത്ത് നിങ്ങൾ കൊടുത്ത് ഒരു ഫിസിക്കൽ സർവീസ് നിങ്ങൾ വിധേയപ്പെടണം. പ്രത്യേകിച്ച് പിയാജിയോ വെസ്പ അപ്രിലൊക്കെ ഒരുപാട് ലോങ് ലൈഫ് കിട്ടേണ്ട വണ്ടിയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.